സർവശക്തനായ കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്, നിത്യാനന്ദമുണ്ട്, അനുഗ്രഹമുണ്ട്. ഒരു ചോദ്യം മാത്രമേ തിരുവചനം നമ്മോട് ചോദിക്കുന്നുള്ളൂ: നീ ഇത് പ്രതീക്ഷിക്കുന്നുവോ? പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം, കർത്താവിൽ ആശ്രയിക്കണം. തിരുവചനം വ്യക്തമാക്കുന്നു, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കണം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നാം ദൈവമകനും മകളും ആണ്. ലോകം മുഴുവനും പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയും വിശ്വാസത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധികളുടെ സംഹാരകൻ നമ്മിലോ നമ്മുടെ ഭവനങ്ങളിലോ രാജ്യങ്ങളിലോ കടന്നു വരാതിരിക്കുവാൻ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഭയം നമ്മെ വിട്ടുപോകും, നിരാശ നിന്നെ വിട്ടുപോകും, സംഹാരദൂതൻ നിന്നെ തൊടാതെ കടന്നു പോകും. തിരുവചനത്തിൽ ജോബിനെ നമ്മൾ കാണുന്നു. ജോബ് പറഞ്ഞു: ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചു. ദൈവഭക്തനായി ജീവിച്ച ഒരു മനുഷ്യനാണ് ജോബ്. അദ്ദേഹത്തിന്റെ പുത്രന്മാർ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന് അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എങ്കിലും തനിക്ക് എന്തോ ഒരു അനർത്ഥം സംഭവിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. സാത്താൻ ജോബിനെ പരീക്ഷിച്ചു. ജോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ ജോബ് പറയുന്നു: ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്റെ മേൽ പതിച്ചു. അതുകൊണ്ട് ജോബിന് തന്റെ പുത്രന്മാരും പുത്രിമാരും സമ്പത്തും പരിചാരകരും സകലതും നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം തിന്മ പ്രവർത്തിക്കുകയില്ല. ജോബിനെതിരെ തന്റെ ഭാര്യയും സ്നേഹിതരും സംസാരിച്ചു. എന്നാൽ ദൈവം ജോബിനെ കൈവിട്ടില്ല. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. 7 പുത്രന്മാരും പുത്രിമാരും സമ്പത്തും ആരോഗ്യവും 140 വർഷം ജീവിക്കുവാനുള്ള അനുഗ്രഹവും 4 തലമുറ വരെ കാണുവാനുള്ള ഭാഗ്യവും നൽകി ദൈവം ജോബിനെ അനുഗ്രഹിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണ ഈ ലോകം മുഴുവനും ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ട്. ഏലിയ നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അദ്ദേഹം തീഷ്ണമായി പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ആമേൻ. തിരുവചനം പറയുന്നു,
നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകും. നമുക്ക് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവിടുത്തെ ഉള്ള. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പാപമോചനം നേടാം. നമ്മെ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൽ ആശ്രയിച്ച് നൂറുമേനി ഫലം നൽകുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. നിശ്ചയമായും അവന്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അതുകൊണ്ട് പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നമ്മുടെ നല്ല ദൈവമാണ്. Hallelujah. Amen. ഇന്നേ ദിവസം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകട്ടെ എന്നും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.